എനിക്കാണെങ്കിൽ കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഉണക്കി അച്ചാറിടാമെന്ന് കേട്ടോ. ഈ പദ്ധതി തന്നെ വന്നത് കഴിഞ്ഞ ആഴ്ച എനിക്ക് വല്യമ്മ ആണെങ്കിൽ ഇതേപോലെ ഈ ഉണക്കിയിട്ട് അച്ചാറിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അത് ആ ഒരു ടേസ്റ്റിൽ ഞാൻ അന്നോട്ട് വിചാരിക്കുകയാണ് മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കിയിട്ട് ഇത് അതുപോലെ അച്ചാറുണ്ടോയെന്ന് കേട്ടോ. എന്തായാലും ഈ മാങ്ങ കൊണ്ട് പുള്ളിക്കാരുടെ കൊടുത്തിട്ട് അച്ചാർ ഇടിയിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരുത്തനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കളയുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കതകിൽ കൊണ്ടിട്ടിട്ട് തല നല്ലോണം ഇടിച്ചിട്ട് ആ സൗണ്ട് കേട്ട് അവൻ അങ്ങനെ ചിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുടെ പരിപാടി. ഞാനാണെങ്കിൽ പറയും അതേ ഡാഡ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വിളിച്ച് വരുത്താറ് കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പുള്ളിക്കാരനെ ഒന്ന് ഉറക്കാൻ നോക്കിയിട്ടിട്ട് എവിടെ ഞാൻ ഉറങ്ങുന്നതല്ലാതെ ഇവൻ ഉറങ്ങുന്നില്ല. ലാസ്റ്റ് എങ്ങനെയോ ഞാൻ ഉറക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് നേരെ കിച്ചണിൽ കയറി ഒരു 2-3 ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് ചിക്കൻ കറിയായിട്ട് കഴിച്ചിട്ട്